ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അൽ അസ്ഹർ മോസ്കിൻ്റെ മിനാരങ്ങൾ മൊത്തത്തിലുള്ളൊരു അവസ്ഥ. ഫാത്തിമികൾ ഈ ഒരു മസ്ജിദിന് അൽ അസ്ഹർ എന്ന് പേര് വിളിച്ചത് കണക്കിന് വിദ്യാർത്ഥികൾ വിവിധ കോഴ്സുകൾ ചെയ്ത് ഓരോ വർഷവും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നത് തജ്വീദിന്റെ ക്ലാസ് ആണ്, ഖുർആൻ തജ്വീദ് പഠനം. ഇവിടെ ചെറിയ മക്കൾക്കുള്ള ക്ലാസ് ആണ് നടക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, അൽ അസ്ഹർ മോസ്ക് ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ നിന്ന് ഒരുപാട് പണ്ഡിതന്മാർ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. നമ്മൾ നല്ല സെറ്റപ്പൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരുപാട് വട്ടം അവിടെ പോയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, കാണട്ടോ എന്നൊക്കെ പറയുന്നത് നമ്മൾ ട്രൈപോഡ് യൂസ് ചെയ്യാത്തതുകൊണ്ട് എന്താ പറയുക, കട്ട് ചെയ്തിട്ട് വീഡിയോ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അൽ അസ്ഹർ മോസ്കിൻ്റെ വീഡിയോയിലേക്ക്. ഇൻഷാ അല്ലാഹ് തുടർ കാഴ്ചകളൊക്കെ കാണട്ടോ. റൂം ഷാരിമൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൾഡ് എന്താ പറയുക മാർക്കറ്റ് ഏരിയ ആണ്, പഴയ മാർക്കറ്റ് ഏരിയ. അപ്പോൾ നമ്മളെ റൂം ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഈ വഴിക്ക് പോയിട്ട് പിന്നെ അസ്സലാമു അലൈക്കും നേരെ ഈ ഒരു വഴിക്ക് നമ്മൾ ആ ഒരു നേരെ സ്ട്രൈറ്റ് നടക്കുമ്പോഴാണ് അൽ അസ്ഹർ പള്ളീൻ്റെ അടുത്തേക്ക് എത്തുക. ഒരു 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ് കാഴ്ചകളൊക്കെ കാണട്ടോ നമുക്ക്. സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞ ആ ഒരു എന്താ പറയുക ഷാരിമൈസ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചായിട്ട് പോയാലാണ് നമ്മുടെ അസ്ഹർ പള്ളി എത്തുക. ഇൻഷാ അല്ലാഹ് എൻ്റെ അടുത്ത് എത്തുമ്പോൾ കാഴ്ചകളൊക്കെ കാണട്ടോ. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 6 മിനിറ്റ് നടന്നാൽ അൽ അസ്ഹർ മോസ്കിലേക്ക് എത്താൻ പറ്റും. ഞാൻ വരുന്ന ഇടങ്ങൾ മൊത്തം ഒരു മാർക്കറ്റ് ഏരിയ ആണ്. ഓൾഡ് കൈറോ ആയതുകൊണ്ട് തന്നെ ഒരു പഴയ ബിൽഡിങ്ങുകളും അവിടെ കച്ചവടമൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. സുഹൃത്തുക്കളെ, ആ കാണുന്നതാണ് അൽ അസ്ഹർ പള്ളി കേട്ടോ. ഈ കാണുന്നതാണ് അൽ അസ്ഹർ മോസ്ക്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അൽ അസ്ഹർ മോസ്കിൻ്റെ മിനാരങ്ങൾ. എത്ര മനോഹരമല്ലേ, എത്ര വർഷമായി. ഇൻഷാ അല്ലാഹ് ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാൻ അതിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. റോഡ് ക്രോസ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഇല്ല നമുക്ക് ഒരു ടണലുണ്ട്, റോഡിൻ്റെ അടിയിൽ കൂടി ഒരു വഴിയുണ്ട്, അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഈ കാണുന്ന ഈ ഒരു ടണൽ, ഈ ഒരു തുരങ്കത്തിലൂടെ നമുക്ക് സിമ്പിളായിട്ട് അപ്പുറത്തേക്ക് എത്താൻ പറ്റും. കാരണം ഈ ഒരു മസ്ജിദിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം ക്രൗഡുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് ഹുസൈൻ പള്ളി ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തുരങ്ക പാതകൾ അനിവാര്യമാണ്. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ട്രാഫിക് ബ്ലോക്കായി കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുന്നവർക്കും സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് അനുയോജ്യമായ സ്ഥലത്ത് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ വരുമ്പോൾ അത് വളരെയേറെ ഉപകാരപ്പെട്ട ഒരു സംഗതിയായി മാറുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ അൽ അസ്ഹർ പള്ളീൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മുൻവശത്തുമ്പോഴുള്ള കാഴ്ചയൊക്കെ കാണിച്ചു തരട്ടോ. ഇതാണ് നമ്മുടെ പള്ളിയുടെ പുറംഭാഗം. സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൽ അസ്ഹർ മസ്ജിദിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ചെരുപ്പ് ഇവിടെ അയച്ചിട്ടാണ് കേട്ടോ. ഇതാണ് പള്ളിയുടെ മൊത്തത്തിലുള്ളൊരു അവസ്ഥ കേട്ടോ. ഫുൾ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. കാരണം അത്രയും എന്താ പറയുക ചരിത്രപ്രധാനമായൊരു പള്ളിയാണ് കേട്ടോ. ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് അൽ അസ്ഹർ മസ്ജിദ്. ഇസ്ലാമിൻ്റെ വ്യാപനത്തിനും അധ്യാപനത്തിനുമുള്ള ചരിത്രപരമായ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണിത്. ഈജിപ്തിലെയും ഇസ്ലാമിക ലോകത്തെയും ഏറ്റവും പ്രശസ്തമായ പുരാവസ്തു പള്ളികളിലൊന്ന് അൽ അസ്ഹർ അൽ ഷരീഫ് ഫൗണ്ടേഷൻ ഈജിപ്തിലെ ഫാത്തിമിഡ് രാഷ്ട്രത്തിൻ്റെ യുഗത്തിൻ്റെ ആരംഭം മുതലാണ് ഇതിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
AD 969 ജൗഹർ അൽ സിക്കല്ലി ഈജിപ്ത് കീഴടക്കിയതിനു ശേഷം അദ്ദേഹം കൈറോ സ്ഥാപിക്കാൻ തുടങ്ങി. ഖലീഫ അൽ മുസ്ലിദിന്റെ വരവിനായി ഗ്രാൻഡ് കൊട്ടാരം തയ്യാറാക്കി. അതിനിടയിൽ ഖലീഫക്ക് പ്രാർത്ഥിക്കുന്നതിനായി അൽ അസ്ഹർ മസ്ജിദ് നിർമ്മിക്കാൻ തുടങ്ങി. പുതുതായി ഉയർന്നുവരുന്ന നഗരത്തിന് അംറിന് സമാനമായി ഒരു സമഗ്രമായ പള്ളി, ഫുസ്റ്റാൻഡിലെ പള്ളിയും അൽഖാത്തയിലെ ഇബ്നു ലുത്തൂൻ മസ്ജിദും ഷിയാ സിദ്ധാന്തം പഠിപ്പിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി മാറാൻ അദ്ദേഹം സമയം തയ്യാറാക്കി. കാലക്രമേണ അൽ അസ്ഹർ മസ്ജിദിന്റെ മേൽ നവീകരണത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെയും കൈകൾ വന്നു ചേർന്നിട്ടുണ്ട്. അതിന്റെ പല സവിശേഷതകളും മാറ്റി. എന്നാൽ ഈജിപ്തിലെ ഏറ്റവും പഴയ ഫാത്തിമയുടെ സ്മാരകമായി ഇന്നും ഇത് കാണപ്പെടുന്നു. ഈ പള്ളിയുടെ പേരിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതകളുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ ഫാത്തിമത്തു സഹ്റ എന്നവരുടെ പേരിലാണ് ഫാത്തിമികൾ ഈ ഒരു മസ്ജിദിന് അൽ അസ്ഹർ എന്ന് പേര് വിളിച്ചത് എന്ന് പറയുന്ന അഭിപ്രായമാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഹിജറ 567 ഈജിപ്തിൽ അയ്യൂബി ഭരണം നിലവിൽ വന്നതോടെ അൽ അസ്ഹറിന്റെ മുഖച്ഛായ മാറി. ഷിയ വിഭാഗത്തിന്റെ ഔപചാരിക അടയാളങ്ങളെല്ലാം മായ്ച്ചു കളയുകയും ജാമിഉൽ അസ്ഹറിൽ അഹ്ലുസുന്നയുടെ ആദർശങ്ങളിൽ വിദ്യാഭ്യാസം നിലനിർത്തുകയും ചെയ്തു. മംലൂക്കികളുടെ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ അൽ അസ്ഹറിനെ ഏറെ ഉന്നതിയിലേക്ക് നയിക്കുകയും അസ്ഹരികൾക്ക് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ നിർണായക സ്ഥാനം നൽകുകയും ചെയ്തു. അൽ അസ്ഹറിന്റെ തലവന് ഷെയ്ഖുൽ അസ്ഹർ എന്ന പദവി നൽകി ആദരിച്ചു. 17-ാം നൂറ്റാണ്ട് ഉസ്മാനിയ ഓട്ടോമൻ ഭരണകാലഘട്ടത്തിലാണ് 1798 ഫ്രഞ്ച് ഭരണാധികാരി നെപ്പോളിയൻ ഈജിപ്ത് അധീനതപ്പെടുത്തുന്നത്. അൽ അസ്ഹറിന്റെ സ്ഥാനവും സ്വാധീനവും തിരിച്ചറിഞ്ഞ നെപ്പോളിയൻ അസ്ഹരികളിൽ ചിലരെ കൂട്ടുപിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഫ്രഞ്ച് താൽപ്പര്യങ്ങൾ വളർത്താൻ ശ്രമിച്ചു. ആ തന്ത്രം ഒട്ടാകെ ഫലം കണ്ടെങ്കിലും ഫ്രഞ്ചുകാർക്കെതിരെ വിപ്ലവം നയിച്ചത് അസ്ഹരികൾ തന്നെയായിരുന്നുവെന്ന് ശ്രദ്ധേയമാണ്. 1052 വർഷം പഴക്കമുള്ള മനോഹരമായ ഈ ഒരു പള്ളിയുടെ ചരിത്രം സ്വല്പം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ചരിത്രം വിശാലമാണ്, നിങ്ങൾക്കും പഠിക്കാം, റിസർച്ച് ചെയ്യാം. പ്രിയ സുഹൃത്തുക്കളെ, പഴയ കാലഘട്ടത്തിൽ ഈ പള്ളിയിൽ നിന്ന് 10,000 വിദ്യാർത്ഥികൾ വരെ പഠിച്ചിറങ്ങിയിരുന്നു. മഹാരഥന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഒരു പള്ളിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരെ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വർഷങ്ങൾക്ക് മുൻപ് 400 വർഷങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ വന്ന് പഠിച്ചിറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പ്രൗഡാണ്. ഒരു കാലഘട്ടത്തിൽ അൽ അസ്ഹർ മസ്ജിദിന്റെ അങ്കണത്തിൽ നിന്ന് 10,000 വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കൈറോയുടെ വിവിധ ഇടങ്ങളിലായി പരന്നു കിടക്കുന്ന അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ കെട്ടിട സമുച്ചയങ്ങളിൽ നിന്ന് 121 രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വിവിധ കോഴ്സുകൾ ചെയ്ത് ഓരോ വർഷവും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയത്തും അൽ അസ്ഹർ പള്ളി സജീവമാണ് കേട്ടോ. വിദ്യാർത്ഥികളെ കൊണ്ടും സാധാരണക്കാരെ കൊണ്ടും ക്ലാസ്സുകളെ കൊണ്ടൊക്കെ. ഈ കാണുന്നത് തെജ്വീദിൻ്റെ ക്ലാസ്സാണ്, ഖുർആൻ തെജ്വീദ് പഠനം. മനോഹരമായ ക്ലാസ്സാണ്, ഞാൻ കുറച്ച് നേരം കേട്ടിരുന്നു. അങ്ങനെ വിവിധ ഹൽക്കകളായിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഇവിടെ ചെറിയ മക്കൾക്കുള്ള ക്ലാസ്സാണ് നടക്കുന്നത്. ഇതെപ്പോഴും ഷിഫ്റ്റ് ആയിരിക്കും, കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച് നടത്തുന്ന ഒരു ക്ലാസ്സാണ്. അൽ അസ്ഹറിൻ്റെ പ്ലാൻ ആയിരിക്കും ഇതൊക്കെ, ടൈം ടേബിൾ സിസ്റ്റമാണ്. ഒരുപാട് മക്കൾ പഠിക്കുന്നുണ്ട്. ഓരോ തൂണുമച്ചാരി, ഇന്തോനേഷ്യക്കാർ, ആഫ്രിക്കക്കാർ, ഇങ്ങനെ തുടങ്ങി 121 രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് കുട്ടികളല്ലേ പഠിക്കുന്നത്. ഇതിൻ്റെ മുകളിലുള്ള രൂപകങ്ങൾ കണ്ടില്ലേ, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിച്ചില്ല. മുകളിലൊക്കെ ഒരു പലകാണ് കേട്ടോ. ആ കാണുന്നത് പലകാണ്, നമ്മുടെ മരത്തോണ്ടുണ്ടാക്കിയ സിസ്റ്റമാണ്. ഒരുപാട് തൂണുകളുണ്ട്. ഇതിൻ്റെ തൂണിൻ്റെ കണക്കൊന്നും എനിക്ക് അറിയില്ല. തൂണുകൾക്കൊക്കെ ചരിത്രമുണ്ട്. സുഹൃത്തുക്കളെ, അൽ അസ്ഹർ മസ്ജിദുമായി ബന്ധപ്പെട്ട ചരിത്രം ഞാൻ ചെയ്യുന്ന വീഡിയോയിലൂടെയാണ് നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അത് നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ഇതിൽ വല്ല പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ചരിത്രത്തിൽ വല്ല തെറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്, സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇതാണ് അസ്ഹർ മസ്ജിദിൻ്റെ ഹൗദ് വരുന്ന ഭാഗം. അത് നമുക്ക് പോയി കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിൻ്റെ ചരിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം നമുക്ക് അറിയുന്ന രൂപത്തിൽ ഉൾക്കൊള്ളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് ഇനിയും വരും.
ഈ ഒരു പള്ളിൻ്റെ നേരെ മുമ്പ് തന്നെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ എന്താ പറയുക ശിരസ് ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു വ്ളോഗ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.